മറ്റുള്ളവർ നിങ്ങൾക്ക് തരേണ്ട ആ ഒരു വില തരാതെ വെറുമൊരു ഓപ്ഷൻ മാത്രമായി നിങ്ങളെ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ മാറിപ്പോയി എന്നല്ല. പകരം നിങ്ങൾ അവർക്ക് എപ്പോഴും വിളിപ്പുറത്ത് ലഭ്യമായതുകൊണ്ടാണ്. ടു ഈസി ടു ഫൈൻഡ് ആയതുകൊണ്ടാണ്. ആളുകൾക്ക് വേണ്ടി നിങ്ങളുടെ സമയവും മനസ്സും എപ്പോഴും വെറുതെ വാരി വലിച്ചു കൊടുക്കുമ്പോൾ അറിയാതെ തന്നെ എല്ലാ റിലേഷൻഷിപ്പിലും നിങ്ങളുടെ വില നിങ്ങൾ തന്നെയാണ് കുറയ്ക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ആ ബഹുമാനവും വിലയും ചില സ്ട്രാറ്റജിക്കായ വഴികളിലൂടെ എങ്ങനെ തിരിച്ചു പിടിക്കാമെന്നാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ അർഹമായ വില നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. പലരും വിട്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സംഭവമുണ്ട്. ഒന്നിന് ക്ഷാമം ഉണ്ടാകുമ്പോഴാണ് അതിന് വില കൂടുന്നത്, അല്ലേ? ഒരു സാധനം വിപണിയിൽ കുറവാണെങ്കിൽ അതിന് മൂല്യം കൂടും, വില കൂടും. എന്നാൽ അത് ഇഷ്ടം പോലെ എല്ലായിടത്തും കിട്ടുന്നുണ്ടെങ്കിലോ അതിന് അതൊരു വിലയുണ്ടാവില്ല. നിങ്ങളെ തന്നെ അങ്ങനെ എവിടെയും എപ്പോഴും കിട്ടുന്ന ഒരാളാക്കി മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾ 24 മണിക്കൂറും അവർക്ക് അവൈലബിൾ ആണ്. വരുന്ന മെസ്സേജുകൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മറുപടി കൊടുക്കും. കോൾ വന്നാൽ ഫസ്റ്റ് റിങ്ങിൽ തന്നെ ആൻസർ ചെയ്യും. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം പ്ലാനുകൾ വരെ നിങ്ങൾ മാറ്റിവെക്കും. എപ്പോഴും സഹായിക്കാൻ റെഡിയായി നിങ്ങൾ അവിടെ തന്നെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അറിയാതെ തന്നെ നിങ്ങൾ ലോകത്തിന് കൊടുക്കുന്നൊരു സൂചനയുണ്ട്. നിങ്ങൾക്ക് വേറെ ഓപ്ഷനുകളൊന്നുമില്ലെന്ന്, നിങ്ങൾക്ക് ചെയ്യാൻ വേറെ പണികളൊന്നുമില്ലെന്ന്, നിങ്ങളുടെ സമയം അത്രയ്ക്ക് ഫ്രീ ആണെന്ന്. ഇതിനെയാണ് കൺവീനിയൻസ് ട്രാപ്പ് എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണം പോലെയായി നിങ്ങൾ മാറി. ഒരു വ്യക്തി എന്ന നിലയിലല്ല, എപ്പോൾ വേണമെങ്കിലും ചെന്ന് ഓണാക്കാൻ പറ്റുന്ന ഒരു സ്വിച്ച് പോലെയാണ് അവർ നിങ്ങളെ കാണുന്നത്. ഇനി എന്താണ് സംഭവിക്കുകയെന്ന് അറിയോ? നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിലധികം സമയമുണ്ടെന്ന് കരുതി ആളുകൾ നിങ്ങളുടെ സമയത്തെ ബഹുമാനിക്കുന്നത് നിർത്തും. നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും അവർക്ക് യാതൊരു വിലയും കൊടുക്കേണ്ടി വരാത്തതുകൊണ്ട് അവർ നിങ്ങളുടെ സാന്നിധ്യത്തിന് ഒരു വിലയും തരാതാകും. നിങ്ങളെ ഒരു പ്രയോറിറ്റി ആയി കാണുന്നത് അവർ നിർത്തും. കാരണം അവരെപ്പോൾ വന്നാലും നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാകുമെന്ന് നിങ്ങൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ. ആ ഒരു സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾ വളരെ വ്യക്തമാണ്. നിങ്ങൾ എത്ര എളുപ്പത്തിൽ കിട്ടുമോ അത്രത്തോളം നിങ്ങളുടെ വില കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓരോ തവണയും മെസ്സേജ് വന്ന പാടെ നിങ്ങൾ റിപ്ലൈ കൊടുക്കുമ്പോൾ നിങ്ങളുടെ സമയത്തിന് ഒരു വിലയുമില്ലെന്നാണ് നിങ്ങൾ അവരെ പഠിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ മാറ്റി ഓടുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളേക്കാൾ വലുത് അവരുടേതാണെന്ന് നിങ്ങൾ സ്വയം കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങളേക്കാൾ കൂടുതൽ അവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ലെന്നാണ് നിങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുന്നത്. ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ്. നിങ്ങൾ എത്രത്തോളം അവൈലബിൾ ആവുന്നുവോ അത്രത്തോളം മറ്റുള്ളവർ അത് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ എത്ര കൊടുക്കുന്നുവോ അത്രത്തോളം അവർ നിങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കും. നിങ്ങൾ എപ്പോഴും റെഡിയായി നിൽക്കുമ്പോൾ ഒരു വ്യക്തി എന്നതിലുപരി അവരുടേതായ ആവശ്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഒരു ടൂൾ മാത്രമായിട്ട് നിങ്ങൾ മാറും. ഇത് ഹാർഷായി പറയുന്നതല്ല കേട്ടോ, ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങളുടെ ഈ അമിതമായ അവൈലബിലിറ്റി കാരണം ചുറ്റുമുള്ളവരുടെ കണ്ണിൽ നിങ്ങളുടെ വില നിങ്ങൾ തന്നെയാണ് ഇല്ലാതാക്കിയത്, കുറച്ചത്. നഷ്ടപ്പെട്ടു പോയ ആ ബഹുമാനം തിരിച്ചുപിടിക്കാനുള്ള ആദ്യത്തെ പടി അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കുക എന്നാണ്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ നല്ല മനസ്സ് ഏത് നിമിഷമാണ് വെറും ഒരു കീഴടങ്ങളെ അല്ലെങ്കിൽ ഡെസ്പറേറ്റ് ആയ ഒരു അവസ്ഥയായി മാറിയതെന്ന് നിങ്ങൾ കൃത്യമായി തിരിച്ചറിയണം. ഇത് പെട്ടെന്നൊരു ദിവസം സംഭവിച്ചതല്ല, വളരെ പതുക്കെയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ആദ്യമൊക്കെ മെസ്സേജുകൾക്ക് പെട്ടെന്ന് മറുപടി കൊടുത്തുകൊണ്ടാണ് ഇത് തുടങ്ങിയത്. ആളുകൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് മറ്റുള്ളവരുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് ഒരു നല്ല ഇമേജ് ഉണ്ടായി. നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളുന്ന ആളാണ്, സഹായിക്കുന്ന ആളാണ്, നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെ. പക്ഷേ എവിടെയോ വെച്ച് കാര്യങ്ങൾ കൈവിട്ടുപോയി. നിങ്ങൾ ആവശ്യത്തിലധികം റെഡിയായി നിൽക്കാൻ തുടങ്ങി. മറ്റുള്ളവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാൻ തുടങ്ങി. മറ്റുള്ളവരുടെ സൗകര്യത്തിന് വേണ്ടി നിങ്ങളുടെ സ്വന്തം പ്ലാനുകൾ വരെ നിങ്ങൾ ക്യാൻസൽ ചെയ്യാൻ തുടങ്ങി. എപ്പോൾ വേണമെങ്കിലും ഓടിയെത്താൻ റെഡിയായി അവരുടെ മെസ്സേജും കാട്ട് നിങ്ങൾ എപ്പോഴും ഫോണിലേക്ക് തന്നെ നോക്കിയിരിക്കാൻ തുടങ്ങി. ഈ നിമിഷത്തിലാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ ആ നല്ല മനസ്സ് വെറുമൊരു യാചനയായിട്ട് മാറിയത്. വിശ്വസ്തത എന്നത് അമിതമായ അവൈലബിലിറ്റിയായി മാറി. ഒരു നല്ല മനുഷ്യൻ എന്നതിൽ നിന്ന് മാറി നിങ്ങൾ മറ്റുള്ളവർക്ക് ചവിട്ടി നടക്കാനുള്ള ഒരു ഡോർമാറ്റ് പോലെയായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ചുറ്റുമുള്ള ആളുകൾക്ക് ഈ മാറ്റം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. നിങ്ങളുടെ നല്ല മനസ്സിന് പിന്നിലുള്ള നിങ്ങളുടെ നിസ്സഹായാവസ്ഥ അല്ലെങ്കിൽ ഡെസ്പറേഷൻ അവർ കൃത്യമായി ഫീൽ ചെയ്യും. നിങ്ങൾ അവരുടെ അംഗീകാരത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്നും അവർക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം സന്തോഷം വരെ കളയാനും നിങ്ങൾ തയ്യാറാണെന്നും അവർക്ക് മനസ്സിലാകും. ഇതൊരിക്കലും നിങ്ങളോട് അവർക്ക് ബഹുമാനം ഉണ്ടാക്കില്ല, പകരം നിങ്ങളോടൊരു വിലക്കുറവ് തോന്നാൻ ഇത് കാരണമാകും. നിങ്ങൾ എപ്പോഴും അവിടെ തന്നെ കാണുമെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്ന ആ ഒരു സെക്കൻഡിൽ അവർ നിങ്ങളെ ഒരു പ്രയോറിറ്റി ആയി കാണുന്ന നിർത്തും. പിന്നെ എന്തിനാണ് അവർ നിങ്ങളെ ബഹുമാനിക്കുന്നത്, നിങ്ങൾക്ക് വില തരുന്നത്? നിങ്ങളുടെ സമയം നേടിയെടുക്കാൻ അവർക്കൊരു കഷ്ടപ്പാടും സഹിക്കേണ്ടതില്ലെന്ന് നിങ്ങൾ തന്നെ അവർ കാണിച്ചു കൊടുത്തല്ലോ. നിങ്ങളുടെ ശ്രദ്ധ കിട്ടാൻ അവർക്ക് യാതൊരു മത്സരത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എപ്പോഴും അവിടെ കാണുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവർക്ക് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാം. ഇതാണ് ഇതിന് പിന്നിലെ സൈക്കോളജിക്കൽ ട്രാപ്പ്. നിങ്ങളുടെ ദയ നിങ്ങളുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സായി മാറും. നിങ്ങളുടെ വിശ്വസ്തത നിങ്ങളുടെ ബാധ്യതയായി മാറും. നിങ്ങളുടെ എപ്പോഴും ലഭ്യമായ അവസ്ഥ, അവൈലബിലിറ്റി നിങ്ങളുടെ തന്നെ ഒരു തടവറയായിട്ട് മാറും. ആളുകൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കണമെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ കിട്ടാൻ അവർ കുറച്ച് കഷ്ടപ്പെടണം.
നിങ്ങളുടെ സമയം അത്ര ഫ്രീ ആയിട്ടുള്ള ഒന്നല്ലെന്ന് അവർക്ക് മനസ്സിലാകണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുക എന്നത് ഒരു അവകാശമല്ല, മറിച്ച് അതൊരു ഭാഗ്യമാണെന്ന് അല്ലെങ്കിൽ പ്രിവിലേജ് ആണെന്ന് അവർ തിരിച്ചറിയണം. അതുകൊണ്ട് നിങ്ങളുടെ ചിന്താഗതിയിൽ ഇനി വലിയൊരു മാറ്റം വരണം. എപ്പോഴും എല്ലാവർക്കും ലഭ്യമാവുന്ന ആ പഴയ മൈൻഡ് സെറ്റ് മാറ്റി നിങ്ങളിലേക്ക് എത്താൻ ആളുകൾക്ക് അല്പം ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥ അല്ലെങ്കിൽ സ്കാർസിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ തന്നെ വീണ്ടും വിലയിടണം. ചില സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് നമ്മളെപ്പോഴും അവൈലബിൾ അല്ലാതാകുക അല്ലെങ്കിൽ സ്ട്രാറ്റജിക് അൺഅവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മറ്റുള്ളവരോട് മോശമായി പെരുമാറണമെന്നോ അല്ലെങ്കിൽ തണുപ്പോ മറ്റും നടക്കണമെന്നോ ഒന്നുമല്ല. പകരം നിങ്ങളുടെ സമയത്തിന് കൃത്യമായൊരു വില ഉണ്ടാക്കുന്ന പുതിയൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നാണ്. ഇത് പ്രാക്ടിക്കലായി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാമെന്ന് ഞാൻ ഇനി പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് മറുപടി കൊടുക്കുന്നതിൽ അല്പം താമസം വരുത്തുക. റെസ്പോൺസ് ഡിലേസ് എന്ന് പറയും. വരുന്ന മെസ്സേജിലേക്ക് അപ്പം തന്നെ മറുപടി കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അവർ കുറച്ച് കാത്തിരിക്കട്ടെന്ന്. ചിലപ്പോൾ 4 മണിക്കൂർ, ചിലപ്പോൾ 8 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ. ഈ ഒരൊറ്റ മാറ്റം കൊണ്ട് ആളുകളൊരു കാര്യം പഠിക്കും. നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ അവർക്ക് അല്പം ക്ഷമ വേണമെന്ന്. നിങ്ങളുടെ ശ്രദ്ധ അത്ര പെട്ടെന്ന് ആർക്കും കിട്ടുന്ന ഒന്നല്ലെന്ന്. ഇത് വെറുതെ കളിത്തമാശയ്ക്ക് ചെയ്യുന്നല്ല കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യം അവരെ മനസ്സിലാക്കാനാണ്. നിങ്ങൾക്ക് സ്വന്തമായൊരു ജീവിതമുണ്ട്, ചില പ്രയോറിറ്റീസ് ഉണ്ട്. മറ്റൊരാൾ മെസ്സേജ് അയക്കുന്ന ആ സെക്കൻഡിൽ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളെല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഓടാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് അവർ തിരിച്ചറിയണം. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് മാത്രമായി ചില സമയങ്ങൾ മാറ്റിവെക്കുക. നോൺ നെഗോഷ്യബിൾ ബ്ലോക്സ് ഓഫ് ടൈം. നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യാൻ, സ്വന്തം പ്രൊജക്റ്റുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം കുറച്ച് സമയം മാറ്റിവെക്കുക. ഇതൊരു സ്വാർത്ഥതയല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളുടെ മൂല്യം കൂട്ടാനും കഴിവുകൾ വളർത്താനും മീനിങ് ഫുള്ളായി എന്തെങ്കിലും ചെയ്തെടുക്കാനും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഈ സമയമാണ്. ഈ സമയം മറ്റാർക്കും വിട്ടുകൊടുക്കരുത്. ഇതിൽ യാതൊരു വിട്ടുവെച്ചിട്ട് നിങ്ങൾ തയ്യാറാകരുത്. മൂന്നാമതായിട്ട് നിങ്ങളുടെ പരിധികളെക്കുറിച്ച് അല്ലെങ്കിൽ ബൗണ്ടറീസിനെ കുറിച്ച് മറ്റുള്ളവർക്ക് അമിതമായ വിശദീകരണം കൊടുക്കുന്നത് നിർത്തുക. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ സമയത്ത് അവൈലബിൾ അല്ലാതിരുന്നതെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വന്തമായൊരു ജീവിതം ഉള്ളതിന് ആരോടും സോറി പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് നീ അപ്പോൾ റിപ്ലൈ തരായിരുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ സിമ്പിളായിട്ട് പറയാം, ഞാൻ വേറെ എന്തോ പണിയിലായിരുന്നു. അത്രമാത്രം നീട്ടിപ്പരത്തി വലിയ കഥകളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു കുറ്റബോധം എന്ന് തോന്നേണ്ട ആവശ്യമില്ല. നാലാമതായിട്ട് നിങ്ങളുടെ ശ്രദ്ധ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിങ്ങളിലേക്ക് തന്നെ കൊണ്ടുവരിക. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ അവരുടെ കയ്യിൽ നിന്ന് ഒരു നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഇനി നോക്കരുത്. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ വില അളക്കുന്നത് നിർത്തുക. പകരം നിങ്ങളുടെ ജീവിതത്തിന് സ്വന്തമായ ഒരു നിലവാരം ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളെപ്പോൾ എന്താണ് പുതുതായി ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്താണ് പഠിക്കുന്നത്, നിങ്ങൾ എങ്ങോട്ടാണ് ഇനി യാത്ര ചെയ്യുന്നത്, ഇവ മാത്രമായിരിക്കണം ഇനി നിങ്ങളുടെ ചിന്തകൾ. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് പുറകെ ഓടാതെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ സ്വന്തം ലക്ഷ്യങ്ങളിലേക്ക് തിരിച്ചുവിടുമ്പോൾ ഈ അതിർ വരുമ്പോൾ ബൗണ്ടറീസ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊള്ളും. നിങ്ങൾ മനഃപൂർവ്വം ആളുകളെ ബുദ്ധിമുട്ടിക്കല്ല അവിടെ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിത തിരക്കുകളിലായതുകൊണ്ട് അവർക്ക് അവൈലബിൾ അല്ലാതാകുന്നു, അത്രമാത്രം. ഇത് ചുറ്റുമുള്ള ആളുകളുടെ ചിന്താഗതിയെ പൂർണ്ണമായിട്ട് മാറ്റും. അവർ നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു വെറും വസ്തുവായി കാണുന്ന നിർത്തും. പകരം സ്വന്തമായ തീരുമാനമെടുക്കുന്ന ലക്ഷ്യബോധമുള്ള നല്ലൊരു നിലവാരമുള്ള ഒരു വ്യക്തിയായി അവർ നിങ്ങളെ കാണാൻ തുടങ്ങും. സ്വന്തം സമയത്തിന് വില കൽപ്പിക്കുന്ന ഒരാളായി അവർ നിങ്ങൾ തിരിച്ചറിയും. പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. നിങ്ങൾ ബഹുമാനം ചോദിച്ചു വാങ്ങിക്കൊണ്ടല്ല കേട്ടോ അത്. പകരം അവരുടെ അംഗീകാരത്തിന് വേണ്ടി കൊതിച്ചു നടക്കുന്ന ആ പഴയ ഡെസ്പറേറ്റ് ആയ കളി നിങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ടാണ്. നിങ്ങൾ ആളുകൾക്ക് എപ്പോഴും അവൈലബിൾ ആവാതിരിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് പെരുമാറുന്ന രീതിയിൽ വലിയൊരു മാറ്റം വരും. അവർ നിങ്ങളെ വെറും നിസ്സാരമായി കാണുന്നത് നിർത്തും. നിങ്ങളുടെ സാന്നിധ്യം അവർ ചോദിച്ചു വാങ്ങേണ്ട ഒന്നാണെന്ന് അവർക്ക് മനസ്സിലാകും. നിങ്ങളുടെ സമയം അവർക്ക് വേണമെന്ന് തോന്നുമ്പോൾ അത് മുൻപത്തെ പോലെ അധികാരം കാട്ടി ആവശ്യപ്പെടുന്നതിന് പകരം വളരെ ബഹുമാനത്തോടെ ചോദിക്കാൻ അവർ പഠിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രധാനമായി മനസ്സിലാക്കണം. തുടക്കത്തിൽ ഇത് നിങ്ങൾക്ക് ഒരു വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കും. കാരണം നിങ്ങളുടെ ഈ എപ്പോഴും ലഭ്യമായ അവസ്ഥയിൽ നിന്ന് ഒരുപാട് ലാഭം കൊതിരുന്ന ചില ആളുകൾ ഇതിനെതിരെ പ്രതികരിക്കും. നീ ആകെ മാറിപ്പോയി, നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നവർ പറയും. നിങ്ങൾ ഭയങ്കര സ്വാർത്ഥനാണെന്ന് അല്ലെങ്കിൽ സ്വാർത്ഥയാണെന്ന് അവർ കുറ്റപ്പെടുത്തും. നിങ്ങളെ പഴയപടിയാക്കാൻ വേണ്ടി വലിയ രീതിയിൽ അവർ നിങ്ങളിലൊരു കുറ്റബോധം, ഗിൽറ്റ് ഉണ്ടാക്കാൻ നോക്കും. ശരിക്കും ഇതാണ് നിങ്ങളുടെ പരീക്ഷണം. ഇവിടെയാണ് ഭൂരിഭാഗം ആളുകളും പരാജയപ്പെട്ടു പോകുന്നത്. മറ്റുള്ളവരുടെ ആ കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോൾ മനസ്സ് വിഷമിച്ച് അവർ വീണ്ടും പഴയതുപോലെ എല്ലാവർക്കും വേണ്ടി ഓടി നടക്കാൻ തുടങ്ങും. പക്ഷേ നിങ്ങളങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സത്യം ഇപ്പോൾ നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞു. മറ്റുള്ളവർക്കുണ്ടാകുന്ന ആ ഒരു അസ്വസ്ഥത നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചൂഷണം ചെയ്യാൻ വേറെ ആളെ കിട്ടാത്തത് നിങ്ങളുടെ പ്രശ്നമല്ല. അവരുടെ മാനസിക വിഷമങ്ങളെ മാറ്റാൻ എപ്പോഴും കൂടെ നിൽക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. അവരുടെ ഈ അനാവശ്യ ഭാരങ്ങളെല്ലാം നിങ്ങളുടെ തലയിൽ നിന്ന് ഇറക്കി വയ്ക്കുമ്പോൾ മാത്രമാണ് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ആ ബഹുമാനം നിങ്ങൾക്ക് തിരികെ കിട്ടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും സ്ഥാനമുള്ള ആളുകൾ ഈ മാറ്റവുമായി പൊരുത്തപ്പെടും. അവർ നിങ്ങളുടെ പരിധികളെ, ബൗണ്ടറീസിനെ ബഹുമാനിക്കാൻ പഠിക്കും. അവരുടെ പ്രതീക്ഷകളെ അവർ മാറ്റിയെടുക്കും. നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി അവർ നിങ്ങളോട് പെരുമാറും. കാരണം നിങ്ങളുടെ സമയം വിലപ്പെട്ടത് തന്നെയാണ്. എന്നാൽ ഈ മാറ്റവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തനിയെ ഇറങ്ങിപ്പോവും.
സത്യത്തിൽ അതൊരു നഷ്ടമല്ല, അതൊരു വലിയ സ്വാതന്ത്ര്യമാണ്, ലിബറേഷനാണ്. നിങ്ങളുടെ ഒടുവിൽ നിങ്ങൾക്ക് തന്നെ ഒന്നാമത്തെ മുൻഗണന കൊടുക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ സ്വന്തം ജീവിതത്തിന് വില കൽപ്പിക്കുമ്പോൾ, നിങ്ങളുടെ സമയം അത്ര ഫ്രീ ആയിട്ടുള്ള ഒന്നല്ലെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു മാറ്റം സംഭവിക്കും. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഒരു നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നിങ്ങളുടെ മനസ്സ് പിന്നെ കൊതിക്കില്ല. അവരുടെ അംഗീകാരത്തിന് വേണ്ടി നിങ്ങൾ അലയില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം രീതിയിൽ പൂർണ്ണത കണ്ടെത്തും. അപ്പോഴാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ നടക്കുന്നത്. ആളുകൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കാൻ തുടങ്ങുന്നത് ഈ നിമിഷത്തിലാണ്. നിങ്ങൾ അവരുടെ ബഹുമാനം കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്നതുകൊണ്ടല്ല, പകരം നിങ്ങൾക്ക് അവരുടെ ആ ബഹുമാനത്തിൻ്റെ ആവശ്യമില്ലെന്ന് നിങ്ങൾ സ്വയം തെളിയിച്ചുകൊണ്ടാണ്. ഇനി ഈ ആഴ്ച ചെയ്യാൻ നിങ്ങൾക്കൊരു ചാലഞ്ച് തരട്ടെ. സാധാരണ മെസ്സേജ് വന്ന പാടെ നിങ്ങൾ റിപ്ലൈ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അടുത്ത തവണ അവരുടെ മെസ്സേജ് വരുമ്പോൾ മറുപടി കൊടുക്കാൻ ഒരു 5 മണിക്കൂർ താമസം വരുത്തുക. ഒരു 5 മണിക്കൂർ. ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക. ആളുകൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അനുഭവം എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എന്നോട് പറയുക. കാരണം നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടാണെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുന്ന നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം മാറി മറിയും. നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ, നിങ്ങളുടെ ആത്മാഭിമാനം, നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ നിങ്ങൾക്കതിന് സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ കരുതുന്ന ഒരാളുമായി വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.